ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ പെടും. അപ്പം സെപ്റ്റംബർ 28, 1993 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ആളെയോ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം എന്നീ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. നമസ്കാരം, സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഒരു മനുഷ്യരായി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, അതിനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് നടപ്പിലാക്കാനും സംരക്ഷിക്കുവാനുമായി ശക്തമായ നിയമങ്ങളുടെ ഒരു ആവശ്യകതയുണ്ട്. അതിനായി നമുക്ക് നമ്മുടെ ഭരണഘടനയുണ്ട്, പല പല നിയമങ്ങളുമുണ്ട്. എന്നാൽ മനുഷ്യാവകാശങ്ങളെ കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട ഒരു നിയമം വേണം എന്ന് പാർലമെൻറ്റ് ചിന്തിച്ചപ്പോൾ 1993 വർഷം. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് 993 എന്ന വർഷം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു വർഷമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനുഷ്യാവകാശ സംഘടനകളെ പറ്റി പഠിച്ചപ്പോൾ വേൾഡ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് വിയന്നയിൽ വെച്ച് നടന്ന വർഷം. മാത്രവുമല്ല OHC, ഓഫീസ് ഓഫ് ദി കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UN കമ്മീഷണർ ഓഫ് ദി ഓഫീസ് ഓഫ് ദി UN കമ്മീഷണർ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, ആ ഓഫീസ് സ്ഥാപിതമായ വർഷം. 1993 എന്ന് പറയുന്നത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അത്രയും പ്രാധാന്യമർഹിക്കുന്ന വർഷമായതുകൊണ്ട് തന്നെ 1993 ഇന്ത്യൻ നിയമം, ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടുവന്നൊരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നിലവിൽ വരാൻ കാരണഭൂതമായിട്ടുള്ള നിയമമാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഓഫ് 1993. ഈ നിയമം നമ്മുടെ പരീക്ഷയുടെ സിലബസിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ഈ നിയമത്തിൽ നിന്ന് കഴിഞ്ഞ 2-3 PSC പരീക്ഷകളിൽ കാണാൻ സാധിച്ചു. സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററായിട്ട് ഇപ്പോൾ ലീഗൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേറെ 2 പരീക്ഷകളിലും മനുഷ്യാവകാശ നിയമത്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ നിയമത്തെ പറ്റി, അല്ലെങ്കിൽ ഈ നിയമത്തിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത്രയും സീരിയസ്നെസ് കൊടുത്ത് തന്നെ നമ്മൾ ഈ ക്ലാസ് കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവർക്കും സൗഖ്യം ലഭിക്കുമാറാകട്ടെ, അല്ലേ? അതങ്ങനെയാണെങ്കിൽ ആ ഒരു ലോകമാണെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു, അല്ലേ? നമുക്ക് വക്കീലന്മാർ വേണ്ട, എല്ലാ ഡോക്ടർമാർ വേണ്ട, ഹോസ്പിറ്റൽ വേണ്ട, എല്ലാവരും സൗഖ്യമായിരിക്കണമെന്നൊരാഗ്രഹം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയാം, ഇപ്പോൾ യുദ്ധസന്നാഹങ്ങളോടുകൂടിയും പല പല പരിസ്ഥിതി പ്രശ്നങ്ങളോടുകൂടിയും പല പല അവഗണനയുടെ പ്രശ്നങ്ങളെല്ലാം കൂടി മനുഷ്യരെല്ലാം സൗഖ്യം അനുഭവിക്കുന്നില്ല. എന്നാൽ എല്ലാവർക്കും സൗഖ്യം അനുഭവിക്കപ്പെടണമെങ്കിൽ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവകാശങ്ങൾ മാനിക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ മാത്രം ജീവിക്കുവാൻ അനുവദിക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം അതിനുവേണ്ടി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. അത് ഏറ്റവും പ്രധാനം എന്നാൽ മനുഷ്യാവകാശം എന്ന് ഈ നിയമത്തിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയുന്നു. അതാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി. ഈ 4 വാക്കുകൾ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദി കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആസ് എൻവിസാജ്ഡ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിൽ ഈ പറയുന്ന ഡെഫിനിഷനിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് മാറിയാൽ, ഇക്വാളിറ്റി എന്ന കാര്യം ഇപ്പം മാറി, ലൈഫ്, ലിബർട്ടി ആൻഡ് ഡിഗ്നിറ്റി, നിങ്ങൾ എത്രയല്ലേ ഉണ്ടാവുള്ളൂ, ലൈഫ്, ലിബർട്ടി ആൻഡ് ഡിഗ്നിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അപ്പോൾ നമ്മൾ ഉടനെ അങ്ങ് മാർക്ക് ചെയ്യും. പിന്നെ നോക്കൂ, ലൈഫ്, ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഡിഗ്നിറ്റി തിരിച്ചിടാം. അങ്ങനെയും ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും, അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും, ചോദിച്ചുകൂടാന്ന് പറയാനും സാധിക്കില്ല. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് കീ ടേംസ് ആർ ഇൻക്ലൂഡഡ് in the definition and it is according to the order wise ആയിരിക്കണം അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ എന്തിനു റിലേറ്റ് ചെയ്തിരിക്കുന്നു? ലൈഫ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി, അല്ലേ?
നമുക്ക് ആദ്യം ജീവിതം വേണം. ജീവിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എല്ലാവർക്കും എന്ത് സംഭവിക്കും? തുല്യത സംഭവിക്കും. എല്ലാവരും ഒരേപോലെയാവും, തുല്യത, സമത്വം ഉണ്ടാവും. ആ സമത്വം ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ഒരു അന്തസ്സ് വരും, അല്ലേ? അന്തസ്സും ആത്മാഭിമാനവും വരും. അതാണ് ഡിഗ്നിറ്റി. അപ്പം ആദ്യം ജനിക്കുന്നു ലൈഫ്, പിന്നെ ആ ലൈഫ് സ്വതന്ത്രമായിരിക്കണം, ലിബർട്ടി ഉണ്ടായിരിക്കണം. ആ ലിബർട്ടിയിൽ പിന്നെ എല്ലാവർക്കും തുല്യമായ സമത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ സമത്വത്തിൽ നിന്ന് നമുക്ക് അന്തസ്സ് അല്ലെങ്കിൽ ആത്മാഭിമാനം അല്ലെങ്കിൽ ഡിഗ്നിറ്റി നടക്കുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. കോഡ് ഭാഷയിൽ സാങ്കല്പികമായി, ഭാവനാത്മകമായി നിങ്ങൾക്ക് ഈ കോഡ് ഭാഷ ഉപയോഗിക്കാം. അല്ലെങ്കിൽ LLED വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ആ കോഡ് ഭാഷ ഇട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആസ് ദി റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഗ്യാരണ്ടീഡ്. ആര് ഗ്യാരണ്ടി ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള, സമത്വത്തിനായിട്ടുള്ള, അന്തസ്സിനായിട്ടുള്ള അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അത് ഒരു ഭാഗം. ഓർ എംബോഡീഡ് ഇൻ ദ ഇന്റർനാഷണൽ കവനൻസ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ കോർട്സ് ഇൻ ഇന്ത്യ. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി ആസ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന ഗ്യാരണ്ടി ചെയ്ത ഈ അവകാശങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളോ, ഭരണഘടന ഗ്യാരണ്ടി ചെയ്ത മേൽപ്പറഞ്ഞ അവകാശങ്ങളോ, ഓർ എംബോഡീഡ് ഇൻ ദ ഇന്റർനാഷണൽ കവൻ, അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളോ, ആൻഡ് എൻഫോഴ്സിബിൾ ബൈ കോർട്സ് ഇൻ ഇന്ത്യ, ആ അവകാശങ്ങളും നിയമം വഴി, കോടതികളിലൂടെ നിയമം വഴി സ്ഥാപിക്കുവാൻ കഴിയുന്ന അവകാശങ്ങളുമാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. 3 കാര്യങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മനുഷ്യാവകാശത്തിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പം ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ്. അവകാശങ്ങൾ എന്തൊക്കെയുണ്ട്? ലൈഫ്, ദോസ് റൈറ്റ്സ് ദാറ്റ് ഹാസ് ബീൻ ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന നമുക്ക് ഗ്യാരണ്ടി ചെയ്ത റൈറ്റ്സ് ഏതൊക്കെയാണ്? ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി. അല്ലെങ്കിലോ എന്ന രീതി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പറയുന്ന അവകാശങ്ങളും കോടതികൾ വഴി സ്ഥാപിക്കാൻ കഴിയുന്ന അവകാശങ്ങളെയുമാണ് മനുഷ്യാവകാശമെന്ന് ഈ ഒരു നിർവചനത്തിനകത്ത്, പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനകത്ത് നോക്കുക. ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തു. ഒരു മനുഷ്യനായി ജനിച്ച മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പറയാം. മറ്റുള്ളവരുടെ അവരുടെ സ്ഥലത്തിലേക്ക് വേസ്റ്റ് കൊണ്ട് അയൽക്കാരനെടുത്ത് ഇടുമ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യം, സ്വസ്ഥമായി ജീവിക്കുക എന്നൊരു സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുകയാണ്. അതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് കാണുന്നു, അല്ലേ? അപ്പം അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളിലാണ് മനുഷ്യാവകാശത്തെ നിർവചനം കൊണ്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ മനുഷ്യാവകാശങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു, പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനായി ഈ നിയമത്തിനകത്ത് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 കമ്മീഷൻസാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും എന്ന് പറയുന്നത്. ഫോർ ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലേ? മനുഷ്യാവകാശങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും സംരക്ഷിക്കുവാനും വേണ്ടിയാണ് ഈ പറയുന്ന കമ്മീഷൻസൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ നമ്മളിവിടെ കണ്ടു. ഇതൊരു ഇൻട്രൊഡക്ടറി ആണ്. ഡെഫിനിഷൻ ഏത് സെക്ഷനിൽ പറയുന്നത് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും. അപ്പോൾ ഈ നിയമം നിലവിൽ വന്നതെന്നാണ് സെപ്റ്റംബർ 28, 1993. ഈ ഒരു ചോദ്യം കഴിഞ്ഞ ആഴ്ചയിലെ ലീഗൽ അസിസ്റ്റൻ്റ് പരീക്ഷയിൽ PSC നടത്തിയ ലീഗൽ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഫ്രം സെപ്റ്റംബർ 28, 1993. സെപ്റ്റംബർ 28, 1993 ഈ ഒരു നിയമം നിലവിൽ വന്നത്. മുൻകാല പ്രാബല്യത്തിലൂടെ വിത്ത് എഫക്റ്റ്. അപ്പം ഈ നിയമം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമോ ആ സമയത്തൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽപ്പെടും. അപ്പം സെപ്റ്റംബർ 28, 1993 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പം ഡേറ്റ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ദിസ് ലോ ഈസ് ഫ്രം സെപ്റ്റംബർ 28, 1993 ഈ നിയമം നിലവിൽ വരുന്നത്. അപ്ലൈസ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻ കേസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ.
ഓൾ ഓഫ് ഇന്ത്യയിലെ എല്ലായിടത്തും ഇത് എന്താണ് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരുമ്പോഴോ യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ പറയുന്ന കാര്യങ്ങൾക്ക് അനുബന്ധമായ മനുഷ്യാവകാശങ്ങളിൽ ഈ ഒരു ഇടപെടലുകൾ നടത്താം. എന്ന് വെച്ചാൽ 2019 മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സമയത്ത് അവിടെ എല്ലാ നിയമവും അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് വേണ്ടി പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു JK, പ്രത്യേക പീനൽ കോഡ് ശിക്ഷാ നിയമം ഉണ്ടായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടിയിട്ട്. അതൊക്കെ 2019 370 അനുച്ഛേദത്തിൻ്റെ അബ്രോഗേഷനിലൂടെ എടുത്തുകളയലിലൂടെ അത് ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ 2019 അതിൻ്റെ ഭാഗമായി വരുമ്പോൾ 2019 മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ കെയിം ടു എഫക്റ്റ് ഇത് വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സെപ്റ്റംബർ 28, 1993 വരുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. ആദ്യം വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് യൂണിയൻ ലിസ്റ്റിലും കണക്കണ ലിസ്റ്റിലും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ആക്ടിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഒക്കെ ഉൾപ്പെടുത്തിയത്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ കോടതികൾ എല്ലാ ജില്ലകളിലും മനുഷ്യാവകാശ കോടതികൾ രൂപീകരിക്കണമെന്ന നിയമത്തിൽ ദ സ്റ്റേറ്റ് മേ എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് പറയുന്നത്. ഈ മേയും ഷോളും തമ്മിലൊരു വ്യത്യാസമുണ്ട് അല്ലേ? പല നിയമങ്ങളും നമ്മൾ വായിക്കുമ്പം ദ സ്റ്റേറ്റ് മേ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, ഷാൾ സ്റ്റേറ്റ് ഷാൾ സർക്കാരുകൾ കൊണ്ടുവന്നിരിക്കണം എന്ന് അപ്പം ഈ നിയമത്തിനകത്ത് മേ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് മനുഷ്യാവകാശ കോടതികളെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കോടതികളില്ല, ചില സംസ്ഥാനങ്ങളിലെ മനുഷ്യാവകാശ കോടതികളും ഉണ്ട്. അങ്ങനെയാണിത് രൂപീകരിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൊക്കെ ഉണ്ട് ഇതിനു വേണ്ടി. ഈ കോടതികൾ എല്ലാ ജില്ലകളിലും മനുഷ്യാവകാശ കോടതികളൊക്കെ ഉണ്ട്. അപ്പം ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഈ നിയമത്തിൻ്റെ അകത്താണ് വരുന്നത്. സ്കോപ്പ് ഓഫ് ദ പ്രൊട്ടക്ട്, ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്താണ്? 1993 നിയമത്തിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 1 Clause 2 ഒറിജിനലി ഞാൻ നേരത്തെ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസ്റ്റൊക്കെ എന്താ? സബ്ജക്ട് മാറ്റർ, ഓരോ സബ്ജക്ട് മാറ്ററുള്ള വിഷയത്തിലും നിയമം നിർമ്മിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അല്ലെ പാർലമെന്റിനും ഒരേപോലെ നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു തരത്തിൽ പാർലമെന്റ് കൊണ്ടുവന്ന നിയമത്തിലും സംസ്ഥാന സർക്കാർ സംസ്ഥാന നിയമസഭകൾ കൊണ്ടുവരുന്ന നിയമത്തിനും തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയാണ് എങ്കിൽ പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിനായിരിക്കും കൂടുതലായിട്ട് ഒരു പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നു. ഒക്യുപ്പൈഡ് ഫീൽഡ് തിയറി എന്ന് നമ്മൾ ഒക്യുപ്പൈഡ് ഫീൽഡ് ഡോക്ട്രിൻ എന്ന് പറയും. അതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനിൽ ഒരു മേഖലയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് പറയും. അത് കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്. അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ 4 കാര്യങ്ങളിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഒക്യുപ്പൈഡ് ഫീൽഡ് ഡോക്ട്രിനൊക്കെ എൻ്റെ ഭാഗമായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ലിസ്റ്റിൽ ഓരോ നിയമങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കടന്നിരുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ് പാർലമെൻറ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളുള്ള നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൺകറന്റ് ലിസ്റ്റുള്ള കാര്യങ്ങളിലുമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആപ്ലിക്കബിളായി വരിക. പക്ഷേ 2019 ഈ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടന്ന സമയത്ത് എക്സ്റ്റെൻസ് ഓൾ ഓഫ് ഇന്ത്യയിലെ എല്ലായിടത്തും ജമ്മു കാശ്മീരിലെ ഇന്ത്യയുടെ പരമാധികാരമുള്ള എല്ലായിടത്തും ഈ നിയമം ബാധകമായി നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പാർട്ട് 1, ഈ ആക്ടിൻ്റെ പ്രധാനമായിട്ടുള്ള പാർട്ട് 1 ഡെഫിനിഷൻ പറയുന്നു. ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2 Clause D ഡെഫിനിഷൻ പറയുന്നത്. ഈ ഡെഫിനിഷൻ നമ്മൾ കണ്ടുല്ലോ നേരത്തെ, ഓർക്കാനുള്ള വഴി ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഡെഫിനിഷൻ ഒന്നും കൂടി വായിച്ചേ. ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൈൻസ് ഹ്യൂമൻ റൈറ്റ്സ് ആസ് ഇൻഡിവിജ്വൽ, വ്യക്തിപരമായ അവകാശം, വ്യക്തിയുടെ അവകാശം, ഇൻഡിവിജ്വൽ റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി, LLED, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി. ആര് തരുന്നു? ഗ്യാരണ്ടീഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ബൈ ഇന്റർനാഷണൽ കവനൻസ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ഇന്ത്യൻ കോർട്സ്. കോടതികൾ വഴിയോ അന്താരാഷ്ട്ര ഉടമ്പടികളിലോ ഭരണഘടന പറയുന്ന അവകാശങ്ങളിലോ സംബന്ധിച്ചുള്ള അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങളായിട്ട് പറയുന്നത്. സെക്ഷൻ 2 Clause D ഈ ഒരു ഡെഫിനിഷനെ പറ്റി പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷൻ്റെ നമ്പർ.
സെക്ഷൻ 2 ക്ലോസ് ഡിയിലാണ് മനുഷ്യാവകാശം എന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഇതിൽ ഇൻ്റർനാഷണൽ കവനൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുകയും ചെയ്യുന്നു. ഇൻ്റർനാഷണൽ കവനൻസ് എന്ന ഡെഫിനിഷനിൽ കണ്ടില്ല, അന്താരാഷ്ട്ര ഉടമ്പടികൾ. ഏത് അന്താരാഷ്ട്ര ഉടമ്പടികളാണ് കാര്യമാണ് പറയുന്നത്? ആ അന്താരാഷ്ട്ര ഉടമ്പടികൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നും ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ബോത്ത് ഓഫ് വിച്ച് വെയർ റാറ്റിഫൈഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഓൺ December 16, 1966. ഇല്ല, വേറൊരു കാര്യം കൂടി നമുക്ക് കിട്ടുന്നു. December 16, 1966 ഈ രണ്ട് ഉടമ്പടികൾ യുണൈറ്റഡ് നേഷൻസ് റാറ്റിഫൈ ചെയ്തത്. December 16, 1966 ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സും എന്താണ് റാറ്റിഫൈ ചെയ്തത്, അത് സ്വീകരിച്ചത്, അല്ലെങ്കിൽ അതിന് വിളംബരമായിട്ട് വന്നത്, ഉടമ്പടികൾ വിളംബരമായിട്ട് വന്നത് December 16, 1966. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അകത്ത് ഡെഫിനിഷനകത്ത് പറയുന്നത് ഇൻ്റർനാഷണൽ കവനൻസ് എന്ന് പറയുന്ന കവനൻറ്റുകൾ എന്ന് പറയുന്നത് ICCPR-ഉം ICESR-ഉം SCR-ഉം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കവനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്നും ആണ് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ കവനൻസ് എന്ന ആ ഡെഫിനിഷനകത്ത് പറയുന്ന കവനൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിലവിൽ വന്ന റാറ്റിഫൈ ചെയ്ത December 16, 1966 റാറ്റിഫൈ ചെയ്തത്. ഓക്കെ, അടുത്തത് പാർട്ട് 2 ഈ നിയമത്തിൻ്റെ പാർട്ട് 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. ചാപ്റ്റേഴ്സ് 2, 3 and 4 ഓഫ് ദ ആക്ട് ഡീൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ, കോമ്പോസിഷൻ, ഫങ്ഷനിങ് ഓഫ് NHRC. എങ്ങനെയാണ് രൂപീകരിക്കുന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. NHRC ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ആരൊക്കെയുണ്ടെന്ന് പറയുക കോമ്പോസിഷൻ, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഫങ്ഷനിങ്, അത് ചാപ്റ്റർ 2, 3, 4 പ്രധാനമായിട്ടും ഇതിനെപ്പറ്റിയുള്ള പരാമർശം നടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെ ഉണ്ട് എന്ന് ചാപ്റ്റർ 2 ഇത് പറയുന്നു. ആരൊക്കെ? സെക്ഷൻ 3 ക്ലോസ് 1 ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ്, കേന്ദ്ര സർക്കാരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിർബന്ധമായി പറയുന്നതാണ്. നോക്കൂ, ഷാൽ നിർബന്ധമായിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൊണ്ടുവരണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നത് സെക്ഷൻ 3 ക്ലോസ് 1 ചാപ്റ്റർ 2 പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ 2 ആണ്, പാർട്ട് 2 അല്ല, ചാപ്റ്റർ 2 പാർട്ട് 2ൻ്റെ അകത്ത് ചാപ്റ്റർ 2, 3 and 4 ഈ കാര്യം NHRCയെ പറ്റി പറയുന്നത്. അത് ചാപ്റ്റർ 2 സെക്ഷൻ 3 ക്ലോസ് 1 എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാര്യത്തെ പറ്റി പറയുന്നത്. ഇനി അതിനകത്തെ കോമ്പോസിഷൻ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. സെക്ഷൻ 3 ക്ലോസ് 2, ക്ലോസ് 3 and ക്ലോസ് 4 ഓഫ് ദി ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദി കോമ്പോസിഷൻ ഓഫ് ദ കമ്മീഷൻ. ആരൊക്കെ ഉണ്ടെന്ന് നമുക്കത് നോക്കാം. ഒന്ന്, ചെയർമാൻ ഓഫ് NHRC, ചെയർപേഴ്സൺ എന്നും പറയാം. ചെയർമാൻ ഓഫ് NHRC റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നോക്കൂ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് സാധാരണയായിട്ട് എപ്പോഴും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു 2019 അമെൻമെൻറ്റ്, 2019 ഭേദഗതി വന്നപ്പോഴോ, എ പേഴ്സൺ ഹു ഹാസ് സെർവ്ഡ് ആസ് എ സുപ്രീം കോർട്ട് ജഡ്ജ് ഇൻ അഡീഷൻ ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് ക്വാളിഫൈഡ് ടു ബി ചൂസൺ ആസ് ചെയർപേഴ്സൺ ഓഫ് ദി കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ചെയർപേഴ്സൺ എപ്പോഴും ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത ആൾ തന്നെ ആവണമെന്നില്ല. ഒരു സുപ്രീം കോടതി ജഡ്ജായി സെർവ് ചെയ്ത ആളായാൽ കൂടിയും അദ്ദേഹത്തിനും ചെയർപേഴ്സൺ ആകാം, ചെയർമാൻ ആകാം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ, പിന്നെ വേറൊരു മെമ്പർ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഒന്നാമത്തെ മെമ്പർ. രണ്ടാമത്തെ മെമ്പറോ, ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. അപ്പം ചെയർമാൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിട്ടയർഡായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ റിട്ടയർഡായ ഒരു ഹു ഹാസ് സെർവ്ഡ് ആസ് എ സുപ്രീം കോടതി, അല്ലെങ്കിൽ റിട്ടയർഡായ ഒരു സുപ്രീം കോടതി ജഡ്ജ് വേണമെങ്കിൽ ചെയർമാനാകാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത്, പിന്നെ 2 മെമ്പേഴ്സാണ് അല്ലെ. ഒന്നാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഹു ഈസ് ഓർ ഹാസ് ബീൻ എ സുപ്രീം കോടതി ജഡ്ജ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ആയിരിക്കുന്നതോ ആയതോ ആയിരിക്കണം അല്ലേ. ഇപ്പം നിലവിലുണ്ട് അല്ലെങ്കിൽ റിട്ടയർ ആയ ആളോ ആയിരിക്കണം.
മെമ്പർ 2 രണ്ടാമത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ആണോ അല്ലല്ലോ, ചീഫ് ജസ്റ്റിസ് ഓർ ഈസ് ഓർ ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ ആയിരുന്നതോ ആയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ചീഫ് ജസ്റ്റിസോ ഇതിലെ അംഗമായിട്ട് വരാം. അപ്പം മെമ്പർ 1 സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്ന ആൾക്ക് സാധിക്കും. രണ്ടാമത്തെ മെമ്പർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരുന്ന ആൾക്കും ഇതിലെ മെമ്പർ ആകാൻ സാധിക്കും. പിന്നെ 2 മെമ്പേഴ്സ് അല്ലാതെ ഉണ്ട്. They are to be appointed from amongst the person having knowledge of practical experience in matters relating to human rights. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഫീൽഡ് നോളജൊക്കെ ഉള്ളവരെ 2 അംഗങ്ങളായിട്ട് വെക്കണം എന്നാണ്. പക്ഷെ അതാണ് ശരിക്കും ആദ്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് 3 മെമ്പേഴ്സ് എന്ന് പറയും. പിന്നെയുള്ള 2 മെമ്പേഴ്സ് അല്ല, പിന്നെ 3 മെമ്പേഴ്സാണ്. ഔട്ട് ഓഫ് 3 മെമ്പേഴ്സ് ആൻഡ് 1 മസ്റ്റ് ബി എ വിമൻ. അതിലൊരാൾ സ്ത്രീ ആയിരിക്കണമെന്ന് 2019 നിയമത്തിൽ പറയുന്നു. 19 ഭേദഗതി, 93 നിയമം 2019 ഭേദഗതി ചെയ്യുന്നു. 19 ഭേദഗതി അനുസരിച്ച് ഈ പ്ലേസ് 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 3 മെമ്പേഴ്സ് കിടക്കുന്നു. ആ 3 മെമ്പേഴ്സിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. ഡീംഡ് മെമ്പേഴ്സ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ആൾക്കാർ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന കമ്മീഷനിൽ ഓട്ടോമാറ്റിക്കലി മെമ്പേഴ്സായി വരും. അതാണ് ഡീംഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഹൂ ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ? ആരാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ? രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ഒരാൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ, ഉപരാഷ്ട്രപതി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ രാജ്യസഭയിലെ ചെയർപേഴ്സണായി വരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീംഡ് മെമ്പേഴ്സ് ആർ ചെയർപേഴ്സൺസ് ഓഫ്. അപ്പോൾ ആരൊക്കെയാണല്ലോ ഡീംഡ് മെമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ആരൊക്കെ മെമ്പേഴ്സായിട്ട് വരും നോക്കൂ. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അതിലെ ചെയർപേഴ്സൺ ഒന്നാമത്തെ അംഗം. നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾ കാസ്റ്റ് രണ്ടാമത്തെ അംഗം. നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾ ട്രൈബ് മൂന്നാമത്തെ അംഗം. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ നാലാമത്തെ അംഗം. പിന്നെ ഇതൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ നോക്കൂ, ഇപ്പോഴത്തെ 2019 അമെൻമെൻറ്റ് കൂടി വന്നപ്പം വേറെ കുറച്ച് ചെയർപേഴ്സൺസും കൂടി ഇതിൻ്റെ ഭാഗമായി വന്നു. ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചെയർപേഴ്സൺ. പിന്നെയോ ചീഫ് കമ്മീഷണർ എന്നറിയപ്പെടുന്ന ചീഫ് കമ്മീഷണർ ഫോർ ദ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആസ് ഡീംഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ. ഭിന്നശേഷി കമ്മീഷനിലെ ചീഫ് കമ്മീഷണറും ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണും പിന്നാക്ക വിഭാഗത്തിൻ്റെ ദേശീയ കമ്മീഷനിലെ ചെയർപേഴ്സണും ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സണും ഷെഡ്യൂൾ കാസ്റ്റിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണും മൈനോറിറ്റി റൈറ്റ്സിലെ ദേശീയ മൈനോറിറ്റി കമ്മീഷനിലെ ചെയർപേഴ്സണും ഒക്കെ ആരാണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ് ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഉള്ള അംഗങ്ങൾ. അപ്പോൾ ആദ്യം ചെയർപേഴ്സൺ ഒരാളുണ്ടാകും. ചെയർപേഴ്സൺ ഒരാൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്ന ഒരാളായിരിക്കും. രണ്ടാമത് ഒരു മെമ്പർ സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്നതോ ഒരാളായിരിക്കും. മൂന്നാമത്തെ അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ഒരാളായിരിക്കാം. പിന്നെ 3 മെമ്പേഴ്സ്, അതിലൊരാൾ വനിത. ആ 3 മെമ്പേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഈ പറയുന്ന പ്രധാനപ്പെട്ട ദേശീയ കമ്മീഷനുകളിലെ ചെയർപേഴ്സൺസൊക്കെ ഇതിലെ അംഗങ്ങളാണ്. ഏത് കമ്മീഷനിലെ അംഗമല്ല, ഏത് കമ്മീഷനിലെ ചെയർപേഴ്സൺ ഇതിലില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 2019 മുതൽ കുറച്ച് കമ്മീഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചീഫ് കമ്മീഷണർ ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് കമ്മീഷൻ ഉണ്ട്. പിന്നെ എന്താണ്? നാഷണൽ കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്. പിന്നെ നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്, വിമൻ കമ്മീഷൻ, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, മൈനോറിറ്റി തുടങ്ങിയ കമ്മീഷനുകളിലൊക്കെ അംഗങ്ങൾ, ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ അംഗങ്ങളൊക്കെ ഇതിൻ്റെ അംഗങ്ങളായി എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമല്ല, അടുത്തലേക്ക് വരുമ്പോൾ ഇനി ഇവരുടെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് NHRC മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. അപ്പോയിൻമെൻറ്റ് ഈ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ അപ്പോയിൻമെൻറ്റ് ആൻഡ് അതർ മെമ്പേഴ്സ് സെലക്ഷൻ കമ്മിറ്റി പ്രകാരം സെക്ഷൻ 4 ഇവരുടെ അപ്പോയിൻമെൻറ്റിനെ പറ്റി പറയുന്നത്. മറ്റേ കോമ്പോസിഷൻ പറയുന്നത് സെക്ഷൻ 3 ക്ലോസ് 2, സെക്ഷൻ 3 ക്ലോസ് 3, സെക്ഷൻ 3 ക്ലോസ് 4 പറയുന്നത്.
ഈ കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം പറയുന്നത് സെക്ഷൻ 4-ലാണ്. സെക്ഷൻ 4 പ്രകാരം സെലക്ഷൻ കമ്മിറ്റിയാണ് രാഷ്ട്രപതിക്ക് കമ്മീഷൻ അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. സെലക്ഷൻ കമ്മിറ്റി ആരൊക്കെയുണ്ടെന്ന് നോക്കൂ. പ്രധാനമന്ത്രിയാണ് ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. പിന്നെ ലോകസഭാ സ്പീക്കർ ഉണ്ടാവും, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടാകും, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാകും, പ്രതിപക്ഷ നേതാവ് 2 ഹൗസസിലെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാകും. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ദിസ് സെക്ഷൻ ഫർദർ പ്രൊവൈഡ്സ് സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോടതി judge or chief justice cannot be appointed without consultation with the chief justice of India. അപ്പോൾ ഈ പറയുന്ന അംഗങ്ങളാണ് കൂടിയിരുന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നതോ അല്ലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജഡ്ജായിരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ആളെയോ അപ്പോൾ എന്താണ് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം എന്നീ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അപ്പം റിട്ടയർഡായ സുപ്രീം കോടതി ജഡ്ജിനെയോ റിട്ടയർഡായ ചീഫ് ജസ്റ്റിസിനെ ആഡ് ചെയ്യുന്നതിന് ഇയാളുടെ കൺസൾട്ടേഷൻ വേണ്ട. എന്നാൽ ഒരു ജുഡീഷ്യൽ അംഗത്തെ എടുക്കണം. ഒരു മെമ്പർ ജുഡീഷ്യൽ അംഗമാണല്ലോ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് അംഗം 2 പേര് ജുഡീഷ്യൽ അംഗങ്ങളാണല്ലോ. അങ്ങനെയുള്ളവരെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ചീഫ് ജസ്റ്റിസ്, നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെങ്കിലോ നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജിനെയോ ഇതിലൊരു അംഗമാക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായി കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഇത് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി സെക്ഷൻ 4 ആരൊക്കെയുണ്ട്? സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ, 2 ഹൗസുകളിലെ പ്രതിപക്ഷ നേതാക്കൾ, ഇവരാണ് പ്രധാനമായിട്ടും ആ ഒരു കമ്മിറ്റിയിൽ ഉള്ളത്. ജഡ്ജിനെ വയ്ക്കുമ്പോൾ നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ആയിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. നാഷണൽ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മോട്ടോ എന്താണ്? സർവേ ഭവന്തു സുഖിനം. അതും ഒന്ന് നോട്ട് ചെയ്യുക, ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇവരുടെ കാലാവധിയൊക്കെ പറ്റി പറയുന്നത് സെക്ഷൻ 6-ലാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ദ ചെയർപേഴ്സൺ ഓർ എനി അതർ മെമ്പർ ഷാൽ ഹോൾഡ് ടേം ഫോർ 5 years ഓർ അൺടിൽ ദേ അറ്റൈൻ ദി ഏജ് ഓഫ് 70 years. 5 വർഷം വരെ കാലാവധി അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അതനുസരിച്ച്. ആൻഡ് ഷാൽ ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻറ്റ്, വേണമെങ്കിൽ റീ അപ്പോയിൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. 5 വർഷം ഇരിക്കാം, പിന്നെ വേണമെങ്കിൽ വീണ്ടും റീ അപ്പോയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയും. 70 വയസ്സ് കഴിഞ്ഞിട്ട് ആർക്കും ഇതിൽ ചെയർപേഴ്സണോ അംഗമാകാനോ ചെയർപേഴ്സൺ ആകാനായിട്ട് അല്ലെ ഏതൊരു അംഗമാകാനോ സാധിക്കുകയില്ല. 2019 അമെൻമെൻറ്റ് പ്രകാരം ഈ 5 വർഷമെന്ന് കിടക്കുന്നത് 3 വർഷമായിട്ട് ചുരുക്കി. പല കമ്മീഷനുകളുടെയും കാലാവധി 5 വർഷമായതിനു മുമ്പ് അത് 3 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ലോവർ ടു 3 years, 3 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ഓർ എനി അതർ മെമ്പേഴ്സ് സെക്ഷൻ 5 എങ്ങനെയാണ് ഇവരെ പുറത്താക്കാൻ സാധിക്കുക? സെക്ഷൻ 5 ഈ കമ്മീഷൻ അംഗങ്ങളെ മാറ്റാനുള്ള വഴികളെപ്പറ്റി പറയുന്നത്. സെക്ഷൻ ആസ് പെർ ദിസ് സെക്ഷൻ ദ ചെയർപേഴ്സൺ or any other member of the commission may be removed from his office only by the president on proven misbehavior or incapacity. ഇവരെ ഈ കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കാൻ കഴിയുന്നത് ഒരാൾക്ക് മാത്രമേ കഴിയൂ, രാഷ്ട്രപതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്തിൻ്റെ കാരണത്തിൽ മാത്രമായിരിക്കും പുറത്താക്കാൻ സാധിക്കുക? മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഈ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ താങ്കൾ ഇൻകേപ്പബിൾ ആണ്, ഇൻകപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അംഗമെന്ന നിലയിലുള്ള പെരുമാറ്റമല്ല നിങ്ങളിൽ നിന്നും പുറത്തു വന്നത്. ഈ 2 കാരണത്താൽ രാഷ്ട്രപതിക്ക് ഇവരെ എന്ത് ചെയ്യാൻ സാധിക്കും? പുറത്താക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പുറത്താക്കണമെങ്കിൽ ദ പ്രസിഡന്റ് ഈസ് റിക്വയർഡ് ടു റെഫർ ദ മാറ്റർ ടു ദ സുപ്രീം കോർട്ട് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനെ ഒരു പരാതി കിട്ടുകയും രാഷ്ട്രപതി അപ്പോൾ ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇതിനൊരു അന്വേഷണം നടത്താനായി സുപ്രീം കോടതിയോട് റെഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ മെമ്പേഴ്സിനെ പുറത്താക്കാനാണ് വലിയൊരു ഗുരുതരമായ ആരോപണം കേട്ടും ഈ ഒരു രീതിയിലാണ് കേട്ടത്.
രാഷ്ട്രപതി അപ്പം സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. ലെറ്റ് ദ മാറ്റർ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദി ഹോണറബിൾ സുപ്രീം കോർട്ട്. സുപ്രീം കോടതി അന്വേഷിച്ച് റിപ്പോർട്ട് വയ്ക്കുക. ആ റിപ്പോർട്ടിന്മേലാണ് രാഷ്ട്രപതി തീരുമാനം എടുക്കുന്നത്. സെക്ഷൻ 5 റിമൂവലിനെ പറ്റി പറയുന്നത്. ആൻഡ് ഇഫ് ദ സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് ദ കോസ് ഓഫ് റിമൂവൽ ആൻഡ് അഡ്വൈസസ് ദ പ്രസിഡന്റ്. അപ്പോൾ സുപ്രീം കോടതി ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കുകയാണ് ഈ പറഞ്ഞ ഗുരുതരമായി പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ, പ്രസിഡന്റിനെ ബോധ്യമായി സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് അഡ്വൈസ് ചെയ്യും, ഇവരെ മാറ്റുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ദ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഓഫ് ദി NHRC ക്യാൻ ബി റിമൂവ്ഡ്. അങ്ങനെയാണെങ്കിൽ ഈ ചെയർപേഴ്സണെ മാറ്റുവാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. Further, the president under the provisions of this section as mentioned above has the authority to remove the chairperson or any other member if he, മാത്രമല്ല അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ as mentioned above, നേരത്തെ പറഞ്ഞു പ്രസിഡന്റിനെ ചെയർപേഴ്സണെയും അതർ മെമ്പേഴ്സിനെയും റിമൂവ് ചെയ്യുക. എങ്ങനെയാണ്? വേറെ കാരണത്താലും കൂടി റിമൂവ് ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും സുപ്രീം കോടതിയിലെ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ചെയ്യാം. അല്ലാതെയും റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത് പാപ്പറാണ് എങ്കിൽ, ബാങ്ക്രപ്റ്റൊക്കെ ആവുകയാണെങ്കിൽ, അഡ്ജഡ്ജ് ഇൻസോൾവൻ്റ് ആകാം. പിന്നെ എൻഗേജ് ഇൻ എനി അതർ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂട്ടി ഔട്ട്സൈഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് ഡ്യൂറിങ് ദ ടേം ഓഫ് ഓഫീസ്. ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ഇരിക്കെ തന്നെ വേറെ ഏതെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടാൽ, ഒരു പെയ്ഡ് എംപ്ലോയ്മെൻറ്റിൽ ഭാഗമാകുകയാണെങ്കിൽ അതൊക്കെ പുറത്താക്കാനുള്ള കാരണമാകും. ഓർ ഇസ് അൺഫിറ്റ് ടു കണ്ടിന്യൂ ഇൻ ഓഫീസ് ഡ്യൂട്ടി, ഇൻഫോർമിറ്റി ഓഫ് മൈൻഡ് ഓർ ബോഡി, ആരോഗ്യപരമായ കാരണങ്ങൾ, മനസ്സ് പറയുന്നിടത്ത് നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ പുറത്താക്കാം. അൺസൗണ്ട് മൈൻഡ്, പെട്ടെന്ന് ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ അങ്ങനെ പുറത്താക്കാം. ഓർ ആൻഡ് ഈസ് ഡിക്ലെയർഡ് ബൈ കോമ്പീറ്റൻറ്റ് കോർട്ട്, കോടതി പറയുകയാണ് ഇയാൾക്ക് അൺസൗണ്ട് മൈൻഡാണ്, പറയുന്ന കാര്യങ്ങൾ, ഇയാൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഇയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോടതി പറയും ഇയാൾക്ക് മെൻ്റലി അൺസ്റ്റേബിൾ, അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുകയും ചെയ്യും. is convicted and sentenced to imprisonment for offense that the present opinion involves moral corruption. അഴിമതി, ധാർമ്മികമായ അഴിമതി ആയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇവരെ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരോ അങ്ങനെ ഗൗരവതരമായ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശിക്ഷിക്കപ്പെട്ട ഒരാൾ ആണ് എങ്കിൽ പ്രസിഡൻ്റ് ഒപ്പീനിയനിൽ ഇയാളെ ഇനി ഇതിൻ്റെ അംഗമായിട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ കമ്മീഷനിൽ അംഗമായി ഇരിക്കെ തന്നെ ഈ പറയുന്ന അഴിമതിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പുറത്താക്കാൻ സാധിക്കും. ഓക്കെ, അത് ഒരു കാര്യമായിട്ട് വരുന്നു. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.